മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേരളത്തിലെ മന്ത്രിസഭ അധികാരമേറ്റിട്ട് 2 മാസവും കൂടി കഴിയുമ്പോൾ ഏതാണ്ട് 1 വർഷമാവും. ആ 1 വർഷം ഇവിടെ നടന്നതെല്ലാം ഒന്ന് ചിന്തിക്കാൻ. എങ്ങനെയാ അധികാരത്തിൽ വന്നത്? എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ റോഡുകളും കേരളത്തിലെ നഗരങ്ങളും സൂപ്പറായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എങ്ങാനും നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എന്നും പറയാറുണ്ട്, റോഡ് സൈഡിൽ ഒരു പായ വിരിച്ച് കിടക്കാവുന്ന അത്രയും ക്ലീൻലിനെസ്സും നീറ്റ്നെസ്സും തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. വെറുതെ അല്ല, ബെസ്റ്റ് നഗരം എന്ന് പറഞ്ഞ അവാർഡ് തിരുവനന്തപുരത്തിന് കിട്ടിയത്. അത്ര നീറ്റാണ്. നിങ്ങൾ എവിടേക്കെങ്കിലും പോകണമെങ്കിലും ഒന്ന് തിരുവനന്തപുരത്തേക്ക് വരണം. വളരെ പോസിറ്റീവ് അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. നിരന്തരം പ്രഭാഷണ യാത്രകളിലേക്ക് പോകുമ്പോൾ ഈ നമ്മുടെ എന്താ പറയുക, ശുചിത്വം ഇത്രയും ഭംഗിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത വേറൊരു സംസ്ഥാനമുണ്ടെന്ന് തോന്നണില്ല. അത്രയും ക്ലീൻ ആൻഡ് നീറ്റാണ്. അതൊരു വശം. ഈ ഭാരതത്തിന്റെ ഏരിയയും പോപ്പുലേഷനും നോക്കുമ്പോൾ 127 കോടി ജനങ്ങളുള്ള ഭാരതത്തിലെ 3% താഴെ ജനങ്ങളാണ് കേരളത്തിലുള്ളത്. പക്ഷെ ഇവിടുത്തെ ഭരണകർത്താക്കളുടെ ഭാഷാ പ്രയോഗം കേൾക്കുകയാണെങ്കിൽ അത്ഭുതം തോന്നും സത്യത്തില്. അതായത് ഞങ്ങളാണ് ഈ നാട് ഭരിക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെ ഭാഷയും പ്രയോഗവും ധാർഷ്ട്യവും മുഖഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ പ്രകൃതി ഈ നാടിനെ നന്നാക്കാൻ വേണ്ടി തന്നെ അയച്ചിരിക്കുന്ന മാതിരിയാണ്. പലപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അരോചകം തോന്നുന്ന വിധത്തിലാണ്. യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു രാഷ്ട്രത്തില് 3% താഴെ ജനങ്ങള് അത് ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി തന്നെ ഈ നാട് ഭരിക്കുന്നത് 8 പേരുടെ കൂട്ടത്തിൽ ചേർന്നിട്ടാണ്, ഒറ്റയ്ക്കല്ല. അവിടെ എവിടെയെല്ലാം ഭരിച്ചോ അവിടെ എല്ലാം പൂജ്യത്തിനോട് അടുത്തോണ്ടിരിക്കുകയാണ്. യു പിയിൽ അടുത്ത കാലത്ത് ഇലക്ഷൻ നടന്നതിൽ ഒരു സ്ഥലത്തും കെട്ടിവെച്ച പണം കിട്ടിയിട്ടില്ല. എല്ലാ സ്ഥലത്തും കെട്ടിവെച്ച പണം പോയതാണ്. എന്നിട്ടും ധാർഷ്ട്യവും നിഷേധാത്മകതയും എല്ലാത്തിനോടും പുച്ഛവും അവഹേളനവും നടത്തുന്ന ആ പാർട്ടി ഭരിക്കുന്ന കേരളത്തില് ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 മാസം ആയിട്ട് ഇവിടെ എല്ലാം ശരിയാക്കുമെന്ന് കേരളം മുഴുവനും ഫ്ലക്സ് വെച്ച് അടിച്ചിട്ട് കയറിയവര് ഒന്ന് ഈ 2017 മാർച്ച് 24 തീയതി വെള്ളിയാഴ്ച മാതൃഭൂമി പത്രത്തിലെ എഡിറ്റോറിയൽ ഒന്ന് വായിക്കാം. അഴിമതി സൂചികയ്ക്കൊപ്പം കർമ്മപദ്ധതിയും വേണം. ഇതാണ് കൊടുത്തിരിക്കുന്നത് എഡിറ്റോറിയലില്. ഭരണകർത്താക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘടനാ നേതാക്കളുടെയും എല്ലാം കണ്ണു തുറപ്പിക്കേണ്ടതാണ് സംസ്ഥാന വിജിലൻസ് വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന അഴിമതി വിരുദ്ധ സൂചിക. നേരിട്ട് സർവേ നടത്തിയും പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പരാതികൾ അടിസ്ഥാനമാക്കിയും തയ്യാറാക്കിയിട്ടുള്ള സൂചിക സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ ഏറ്റവും വലിയ അഴിമതിയുള്ളത് തദ്ദേശ ഭരണത്തിലാണെന്ന് വെളിപ്പെടുത്തുന്നു. റവന്യൂ വകുപ്പാണ് അഴിമതിയിൽ 2ാമത്. പൊതുമരാമത്ത്, ആരോഗ്യം, ഗതാഗതം, ഭക്ഷ്യം, പൊതുവിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയവയിലും വൻതോതിലുള്ള അഴിമതി നടക്കുന്നു. അമ്പ് കൊള്ളാത്തവരാരുമില്ല കുരുക്കളിൽ എന്ന സ്ഥിതിയാണ് വിജിലൻസ് പരിശോധന നടത്തിയ 61 സർക്കാർ വകുപ്പുകളിലുള്ളത്. സേവനങ്ങൾക്കായി ജനങ്ങൾ ഏറ്റവും അധികം സമീപിക്കുന്ന തദ്ദേശ വകുപ്പിലാണ് ഏറ്റവും അധികം അഴിമതി എന്ന് വസ്തുത അതിന്റെ വ്യാപകത്വം ജനജീവിതത്തിനുണ്ടാക്കുന്ന ദ്രോഹവും കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. അഴിമതി വിരുദ്ധ സൂചിക പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനം തീർച്ചയായും ശ്ലാഘനീയമാണെങ്കിലും അതിനെ മുൻനിർത്തി അഴിമതിയുടെ വേരറുക്കാനുള്ള യത്നങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം ദിവസങ്ങൾ കൊണ്ട് മാറ്റാവുന്ന ഓരോ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളിലെ ഭൂരിഭാഗം
അഥവാ കോൺഗ്രസിന്റെയോ മറ്റേതോ യൂണിയനുകൾ ഉണ്ടെങ്കിലും അവർക്ക് യാതൊരുവിധ ശക്തിയുമില്ല. അവനവന്റെ യൂണിയനുകളുള്ള, അവനവന്റെ പാർട്ടി പ്രവർത്തകരുള്ള, അവനവന്റെ മൂക്കിന്റെ താഴെ CPM തന്നെ ഭരിക്കുന്ന ഈ വകുപ്പുകളിലുള്ള അഴിമതി എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കയറിയവര് ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അത് 10 മാസമായിട്ടും ഏറ്റവും കൂടുതലുണ്ട്. ഓർമ്മിക്കുക, ഈ അഴിമതി സൂചിക ഉണ്ടാക്കിയത് 5 കൊല്ലം മുമ്പ് ഭരിച്ചവരുടെ അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ് ഭരിച്ചവരുടെ കാലത്തുള്ള ഇവാലുവേഷൻ അല്ല. നമ്മളുടെ മുഖ്യമായിട്ട് ഭരിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് എന്ന IPS ഉദ്യോഗസ്ഥൻ, IPS ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയിട്ട് എഴുതി വെച്ച ഈ അഴിമതി സൂചിക അത് ഗവൺമെന്റ് അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇത്രയും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. മറിച്ച് എല്ലാം ശരിയാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവര് ഉത്തർപ്രദേശില് യോഗി ആദിത്യനാഥിനെ കുറിച്ചും കേന്ദ്രത്തിലെ ഗംഭീരമായിട്ട് മോദിക്കെതിരെയും എല്ലാം ആക്രോശിക്കുന്നവര് 30,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച് 60% 18,000 കോടി പോലും കഷ്ടിച്ച് ചെലവാക്കി ഈ മാർച്ച് മാസം അവസാനത്തോടടുക്കുമ്പോൾ ബാക്കി കിടക്കുന്ന 12,000 13,000 കോടി ഉപയോഗിക്കാതെ 2,400 കോടി രൂപ ഒരൊറ്റ മാസം കൊണ്ട് വേറെ നഷ്ടപ്പെടുത്തിയിട്ട് 12,000 കോടി രൂപ ഉപയോഗിക്കാതെ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞവര് ഇവിടെ പശുയിറച്ചിയുടെയും പെൺകുട്ടികളുടെ സുരക്ഷിതത്വം നടക്കാത്തതിനെക്കുറിച്ചും ന്യൂനപക്ഷങ്ങൾക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ചും എല്ലാം ആക്രോശിച്ചുകൊണ്ടിരുന്നവര് ഇപ്പൊ പത്രത്തിൽ മുഴുവനും വരുന്നത് പള്ളിയിലച്ചന്മാരുടെ വ്യഭിചാരം, അതുപോലെ തന്നെ പെൺകുട്ടികളുടെ പ്രശ്നങ്ങള്, അതുപോലെ അക്കാഡമിയിലെ പ്രശ്നങ്ങള്, കോളേജിലെ പ്രശ്നങ്ങള്, ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രമായിട്ട് കഴിഞ്ഞ 10 മാസം, ആ 10 മാസവും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന് അതിക്രൂരമായിട്ടുള്ള കൊലയാളികളെ മുഴുവനും വിട്ടയക്കാനുള്ള തീരുമാനം വരെ എടുത്ത് അവനവന്റെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെ കൊല്ലാൻ പാർട്ടി നിർദ്ദേശം കൊടുത്തതനുസരിച്ചോ മറ്റോ ചെയ്തവർക്ക് പോലും ആജീവനാന്ത തടവ് ശിക്ഷ വിധിച്ചവരെ പോലും വിട്ടയക്കുന്നവരുടെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ട് ഏത് തരത്തിലുള്ള ശരിയാക്കലാണാവോ നടന്നിരിക്കുന്നത് എന്ന് കൂടി പറയണം. അടുത്ത പാരഗ്രാഫ് കൂടി വായിക്കാം. രാജ്യാന്തര തലത്തിലുള്ള അഴിമതി സൂചിക പ്രസിദ്ധീകരിക്കുന്ന ജർമ്മൻ സംഘടനയായ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ അഴിമതിയെ നിർവചിക്കുന്നത് സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പൊതു അധികാരത്തിന്റെ ദുർവിനിയോഗം എന്നാണ്. ഗുപ്തമായി നടക്കുന്നതിനാൽ അതിനെ അളക്കുക എളുപ്പമല്ല. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇപ്പോൾ 79ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം. അതുമായി സംസ്ഥാന വിജിലൻസിന്റെ കണക്ക് തട്ടിച്ചു നോക്കുമ്പോൾ നാം അകപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയുടെ സ്വഭാവം മനസ്സിലാകും. സർക്കാർ ഓഫീസുകളിൽ നിന്ന് ജനങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങൾ വൈകിക്കുക, കൈക്കൂലി വാങ്ങുക, പൊതു വഴികളിലൂടെ അറ്റകുറ്റപ്പണികൾ വൈകിക്കുക, നിയമവിരുദ്ധമായി കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുക, വയലുകൾ നികത്തുക, പൊതുധനം പാഴാക്കുക തുടങ്ങിയവയെയാണ് അഴിമതിയായി വിജിലൻസ് പരിഗണിച്ചത്. ഇതല്ലാതെ അഴിമതി വേറെ ഇഷ്ടംമാതിരിയുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും ഉൾപ്പെടെ റവന്യൂ കാര്യാലയങ്ങളിലും രജിസ്ട്രേഷൻ ഓഫീസുകളിലും ഒക്കെ പലതരം ആവശ്യങ്ങൾക്ക് പോയിട്ടുള്ള ഏതൊരാൾക്കും അഴിമതിയുടെ രൂക്ഷത എത്രത്തോളം എന്നറിയാം. സേവനം വൈകിച്ച് ആളുകളെ ക്ലേശിപ്പിക്കുന്നതിൽ പല സർക്കാർ കാര്യാലയങ്ങളും പ്രത്യേക വിരുദ്ധ തന്നെയുണ്ട്. കൈക്കൂലി പണം വാങ്ങുന്നത് പോലെ ഇനിയുമുണ്ട് കുറെ. ഏതായാലും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കേറിയ വ്യക്തികള് 14 പേർക്ക് പേ ഫിക്സ് ചെയ്തു. ആരാധ്യനായ അച്യുതാനന്ദന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് അവർക്ക് എന്താ ജോലി എന്ന് പോലും ഫിക്സ് ചെയ്തിട്ടില്ല. അച്യുതാനന്ദന്റെ ജോലി എന്താ? ദിവസവും എന്തെങ്കിലും കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് പത്രങ്ങളിൽ ഫോട്ടോ സഹിതം വരിക, എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ പോവുക. അതല്ലാതെ ഒരു 16 സ്റ്റാഫിനെ അച്യുതാനന്ദൻ ഉൾപ്പെടെ ഉള്ളവരെ എന്തിനാ വെച്ചിരിക്കുന്നത്? എത്ര ലക്ഷം രൂപയാ ഖജനാവിന്? ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. ഇവിടെ ഭരണപരിഷ്കാരം അദ്ദേഹം എന്താ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ശരിക്കും എഴുതാനും വായിക്കാനും പോലും അറിയാത്തൊരു മനുഷ്യനാണ് ഭരണപരിഷ്കാരം കൊണ്ടുവരുന്നതെന്ന് കൂടി ചിന്തിക്കുമ്പോൾ
നമ്മൾ ആലോചിക്കണം എല്ലാം ശരിയാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ചിന്തിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.